വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു മുന്തിരി വൈൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിന് 2 കിലോ മുന്തിരി വാങ്ങി അത് നല്ലതായിട്ട് വെള്ളത്തിൽ ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ടേക്കായിരുന്നു. അതിൽ നിന്ന് കഴുകി വാരി എടുത്തതാണിത്. ഇനി ഇത് നമ്മൾ ഓരോന്ന് അല്ലി അടർത്തി ഇങ്ങനെ ഞാനൊരു പേപ്പർ ഇട്ടിട്ട് ഒരു കഴുകിയ തോർത്തും കൂടെ ഇട്ടിട്ട് അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ അടർത്തി ഇടുകയാണ്. ഒട്ടും വെള്ളം പാടില്ല ഇതിനകത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തോർത്തിട്ടത്, വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് അഴുകിയതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ മാറ്റി കളയണം. അല്ല നല്ലത് നോക്കി എടുക്കാമുള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്ത് ഇത് ചെയ്യണം. ഇനിത്തെ ബാക്കി ഞാൻ കാണിച്ചു തരാമേ. എല്ലാം അടർത്തിയിട്ടു. ഇനി നമുക്ക് നന്നായിട്ട് വെള്ളം ശരിക്കും ഒപ്പിയെടുക്കണം. കാരണം ഇതിനകത്ത് ഒട്ടും വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ പൂത്തു പോകും. വെള്ളം ഒട്ടും ഇല്ലാതെ ഒപ്പിയെടുക്കണം. ഇതെല്ലാം അടർത്തിയിട്ടു. ഇനി വെള്ളം ഒപ്പി എല്ലാം ചെയ്തിട്ട് വേണം അടുത്ത പരിപാടി. നന്നായിട്ട് ഒപ്പി ഒരെണ്ണം പോലും വെള്ളം ഒട്ടും ഇരിക്കരുത്. അപ്പോൾ ഇച്ചിരി നിരത്തി ഇട്ടിട്ട് വെള്ളം പോയിട്ട് ഇനി ബാക്കിത്തെ ചെയ്യാം. മുന്തിരിയെല്ലാം നമ്മൾ കഴുകി ഉണക്കിയല്ല ഒന്ന് തോർത്തി എടുത്ത് വെച്ചു, ഒട്ടും വെള്ളം ഇല്ലാതെ. ഇനി അത് നമുക്ക് ഇടാം. ഇടുന്നതിന് മുമ്പായിട്ട് ഇതിന് ഗോതമ്പ് മണിയാണ് വേണ്ടത്. ഗോതമ്പ് മണി ഒരു പിടി, ഇതാണ് എൻ്റെ ഒരു കണക്ക്. ഇത് 2 കിലോ മുന്തിരിക്ക് ഒരു പിടി. പിന്നെ കുറച്ച് കറുവപ്പട്ട, ഇതെൻ്റെ കുഞ്ഞു കഷ്ണങ്ങളായതുകൊണ്ട് ഇത്രയും. പിന്നെ ഗ്രാമ്പൂ, പിന്നെ ഈസ്റ്റ് വേണം, പിന്നെ പഞ്ചസാര വേണം, തിളപ്പിച്ചാറിയ വെള്ളം വേണം. ഇത്രയാണ് വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് മുന്തിരി എടുത്തിട്ട് നമ്മളതൊന്ന് പൊട്ടിച്ചിട്ടിടണം. അപ്പോൾ അന്നേരം പൊട്ടിച്ചിട്ടിടുമ്പോൾ കുറച്ചുകൂടി ഒരു പെട്ടെന്ന് അലിയാനും ഇതൊക്കെ ഉണ്ടാവും. നമ്മളിങ്ങനെ കൈകൊണ്ട് കുറച്ചൊന്ന് പൊട്ടിച്ചിട്ടങ്ങ് ഇട്ടാൽ മതി. നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത ഭരണിയാണ്. സാധാരണ ഞാൻ ഈ ഭരണിയിലല്ല ഉണ്ടാക്കുന്നത്. സാധാരണ അല്ലാത്ത ഭരണി ഉണ്ടല്ലോ, അതിലാണ് ചെയ്യുക. അതിലെൻ്റെ മാങ്ങയൊക്കെ ഇട്ട് വെച്ചേക്കുക. അപ്പോൾ എനിക്ക് ഭരണി ഇന്ന് ഈ പ്രാവശ്യം വൈനിടാനില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഗ്ലാസിൻ്റെ ഭരണി കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ ഒരു ഭരണിയിൽ എനിക്ക് കുറച്ച് വൈൻ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ അതും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഗ്ലാസിൻ്റെ ആയാലും കുഴപ്പമില്ല. ഇങ്ങനെ പൊട്ടിച്ചിടുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഇത് കുറച്ചുകൂടി അലിയാൻ എളുപ്പമുണ്ട്. അപ്പോൾ പൊട്ടിച്ചിടുക ഞാൻ ചെയ്യാറുള്ളത്. കുറേ പൊട്ടും കുറേ പൊട്ടാതെ വരുന്നു. ഒരു ലെയർ ഇട്ടു. ഇനി അതിൻ്റെ കൂടെ കുറച്ച്, അപ്പോൾ ഇത് 2 കിലോ മുന്തിരിയാണ്. അപ്പോൾ അതിന് 1 കിലോ പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ അത് കുറച്ച് ഞാൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ പഞ്ചസാരയും കുറച്ചിട്ടു. ഇനി അതിൻ്റെ കൂടെ ഇനിയും അടുത്ത മുന്തിരിങ്ങ പൊട്ടിച്ചിടുന്നത് ലെയറായിട്ട് ഇട്ടിട്ട് ലാസ്റ്റാണ് നമ്മൾ ഈ കറുവപ്പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം ലാസ്റ്റാണ് ഇടുന്നത്. പിന്നെ വെള്ളവും ചേർക്കണം. മുന്തിരി എല്ലാം ലെയറെല്ലാം കഴിഞ്ഞു. പഞ്ചസാര 1 കിലോ 2 പാത്രത്തിലായിട്ടാണ് ഇട്ടത്. കാരണം ഒരു പാത്രത്തിൽ നിന്ന് ഇടാൻ തികയത്തില്ല. അപ്പോൾ 2 പാത്രത്തിലായിട്ട് ഇട്ടു. അപ്പോൾ എല്ലാ ഐറ്റം അതനുസരിച്ച് നമ്മൾ ഇതിനകത്ത് കൂടുതലുണ്ട്. അപ്പോൾ അതിനകത്ത് ആകെ ഒരു പിടിയാണ് ഗോതമ്പ് മണി വേണ്ടത്. അപ്പോൾ 2ലും കൂടെ ഇടുന്നതുകൊണ്ട് 2ആയിട്ട് ഇട്ടു. ഇങ്ങനെ ഗോതമ്പ് മണി ഇട്ടു. പിന്നെ ഇത് കൂടാതെ കറുവപ്പട്ട വലിയതിനകത്ത് കൂടുതൽ, ചെറുതിനകത്ത് അത്രയും മതി. പിന്നെ ഇതിൽ കൂടുതൽ. പിന്നെ ഈസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി, 2നും കൂടെ. അത് ഇങ്ങനത്തെ ഈസ്റ്റ് ആയതുകൊണ്ട് കേട്ടോ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയത്. അപ്പോൾ അതുകൊണ്ട് 1 സ്പൂൺ മതി. അപ്പോൾ ഇതിൽ കൂടുതലും ആകെ 1 സ്പൂൺ മതി. അപ്പം 1/4 ഇതിനകത്ത് ഇടണം. ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ. ഇത് നന്നായിട്ട് ഇളക്കണം. മുന്തിരിക്ക് നല്ല നീരുള്ള മുന്തിരിയായിരുന്നു കേട്ടോ. പൊട്ടിച്ചപ്പോഴത്തേക്ക് ഇത്രയും തന്നെ അതിൻ്റെ മുന്തിരിയുടെ വെള്ളം തന്നെ ഇത്. ഞാൻ ഒഴിച്ച വെള്ളമേ അല്ല അത്, മുന്തിരിയുടെ നീരായത്. അപ്പോൾ ഇനി നമുക്ക് ഇത് അധികം വെള്ളം ആവശ്യം വന്നില്ല. തിളപ്പിച്ചാറിയ വെള്ളമാണ്. ആകെ 2.5 കപ്പ് വെള്ളം വേണ്ടി വന്നോളൂ. ഇനി ഇത് ശരിക്കും അടപ്പ് വെച്ച് അടച്ച് വെക്കണം. ഒന്നിരാടെ ഇളക്കി നോക്കണത്.
ഒന്നരാടെ ഇളക്കിയാലാണിത് കഥ. അല്ലെങ്കിൽ ചിലപ്പോൾ പൂപ്പൽ വരാൻ സാധ്യതയില്ല. എന്നാലും ഒന്നരാടെ നമ്മളിതൊന്ന് ഇളക്കി വെച്ചാൽ മതി. അപ്പം ഇനി ശരിക്കും അടച്ച് ഭദ്രമാക്കി വെക്കട്ടെ. ഇനി ഇത് സ്റ്റോറിൽ കൊണ്ട് ഞാൻ വയ്ക്കും. ഒന്നരാടെ ഇത് ഇളക്കി നോക്കാം. 21 ദിവസം ഇരിക്കണം. 21-ാം ദിവസം നമ്മളിത് അരിച്ചെടുത്ത് എടുക്കാം. അന്നേരം ബാക്കിയത്തെ കാണിക്കാമേ. മുന്തിരി വയനിട്ട് നമ്മൾ ഒന്നരാടെ ഇളക്കി വെക്കണം. അപ്പം ഞാൻ ഇന്നിപ്പോൾ മിനിഞ്ഞാന്നിട്ട് ഇന്ന് ഒന്നരാടം ഇളക്കാൻ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഒരു ദിവസമായപ്പോഴത്തേക്കും നല്ല സ്മെല്ലായി. ഒന്ന് നന്നായിട്ട് ഉണക്കി എടുത്ത തവിയാട്ടോ, അത് മരത്തവി ഉണക്കി എടുത്തത്. അടിപൊളി സ്മെല്ലാ വരുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ അടച്ചു വെക്കും. ഇനി നാളെ കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കേണ്ടത്. ഞാൻ തുണിയിട്ട് ഇങ്ങനെ ഇതുപോലെ കെട്ടി വെക്കുകയാണ്. നമ്മുടെ വൈനിട്ടത് എടുക്കേണ്ട ദിവസമായി, 21 ദിവസമായി. ഇന്ന് നമുക്കത് അഴിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാം നല്ല പാകത്തിനായി. ഇനി ഇത് അരിച്ച് നമുക്ക് എടുക്കാം. അരിച്ചെടുത്ത് ഒരു ദിവസം അത് ഊറാൻ വെക്കണം. കാരണം എത്ര അരിച്ചാലും അടിയിൽ ചിലപ്പോൾ അതിൻ്റെ ആ മട്ട് കാണും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ വെച്ചിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കണ്ട. നേരിട്ട് നമുക്കിതങ്ങ് വൈനാക്കി എടുക്കാം. അല്ലാതെ ഇനി അതിനകത്ത് പഞ്ചസാരയോ അങ്ങനെയൊന്നും ചേർക്കൊന്നും വേണ്ട. ഇപ്പോൾ 21 ദിവസം കഴിഞ്ഞു. നമുക്ക് അരിച്ചെടുക്കാം. ഒരു നല്ല തുണി വേണം. നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത തുണി. ഒട്ടും വെള്ളമൊന്നും പാടില്ല. നല്ല ശുദ്ധമായ തുണിയാണ്. അപ്പോൾ അതിനകത്തോട്ടാണ് ഒഴിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നല്ല അരിപ്പായാലും മതി. നന്നായിട്ട് എന്നിട്ട് പിഴിഞ്ഞ് നന്നായിട്ട് നമുക്കത് അരിച്ചെടുക്കണം. ഒട്ടും അതിനകത്ത് ഒന്നും വീഴാത്ത രീതിയിൽ. നന്നായിട്ട് പിഴിഞ്ഞിങ്ങനെ എടുക്കും. നന്നായിട്ട് പിഴിഞ്ഞ് ശരിക്കും എടുത്തു. ഇനി ഇതിൻ്റെ മട്ടിയുള്ളൂ. ഇനി ഇതിനകത്തൊന്നും നമുക്ക് കിട്ടാനില്ല. മാക്സിമം നമ്മൾ പിഴിഞ്ഞു. ഇനി ഇത് ഒരു ദിവസത്തേക്ക് നമ്മളത് ഒന്നോടെ അടിയാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് ഒന്നോടെ അരിച്ചെടുക്കണം. കാരണം ഇതിനകത്ത് അടിയിൽ കുറച്ച് മട്ട് വരും. ആ മട്ടൊന്ന് അരിച്ചെടുത്താൽ ഇതിൻ്റെ ചണ്ടി കണ്ടോ കുറേയായി. ഇനി ഇതിനകത്ത് നമുക്കൊന്നും കിട്ടാനില്ല. അരിച്ചെടുത്തു. ഇനി നമ്മൾ ഒന്നോടെ ഇത് ഇതാവാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വയ്ക്കണേ.
ഊറി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അരിച്ചെടുക്കണം. ഇതിൻ്റെ രുചി എങ്ങനെയുണ്ടെന്ന് അറിയാൻ ആദ്യം തന്നെ അരിച്ചപ്പോൾ തന്നെ ഇച്ചിരി എടുത്ത് കുടിച്ച് നോക്കട്ടെ. ഇങ്ങനെ ഇരിക്കുന്നേ. സൂപ്പറാ. വൈൻ നമ്മൾ അതൊന്ന് ഊറാൻ വേണ്ടിയിട്ട് അത് അടിയിലേക്കൊന്ന് മട്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പാത്രത്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ നമ്മളത് അരിച്ച് വേറെ കുപ്പിയിലേക്കാക്കി വെക്കും. അപ്പോൾ ഇതിനകത്ത് അടിമട്ടുണ്ടാവും, കുറച്ച് എന്തായാലും കാണും. അപ്പോൾ ആ അടിമട്ടൊന്ന് ഊറാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണിത്. നല്ല കളറൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കേണ്ട. ഇത് മുന്തിരിയുടെ കളർ മാത്രം. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് ഇനി നാളെ ബാക്കി ടേസ്റ്റ് പറയാം. മട്ടി അടിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇത്ര അടിയിൽ അടിഞ്ഞേക്കണുണ്ടോ. ഇനി നമ്മളത് ഊറ്റിയെടുക്കും. അടിയിൽ കുറച്ച് മട്ടിയുള്ളൂ, വലുതായിട്ടില്ല. എന്നാലും ഒന്നുകൂടെ അരിച്ചങ്ങെടുക്കാം. എന്താ അടിയിൽ കുറച്ചുണ്ട് കണ്ടോ, ഇത്രയും മട്ടിയുണ്ട്. അതുപോലെ ഇനി ഇതും കൂടെ അരിച്ചെടുക്കാം. കട്ട് ചെയ്തോ. ഇപ്പോൾ ഒത്തിരി നാൾ ഇരുന്നോളും. ഇവിടെ പിന്നെ അധികം ആരും, ഞാൻ മാത്രമേ ഇച്ചിരി കുടിക്കാനുള്ളൂ. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പം ഞാനതിങ്ങനെ ഒഴിക്കും. ഇത് നമ്മൾ അടച്ച് നല്ല മുറുകി ഇരുന്നോളും. എത്ര നാൾ വേണമെങ്കിലും ഇരുന്നു. ഇത് നമുക്കൊന്ന് ടേസ്റ്റൊക്കെ നോക്കി നമ്മളുടെ മുന്തിരി വൈൻ എല്ലാം റെഡിയായി. ഇത്രയും കിട്ടി. 2 കിലോ മുന്തിരി കൊണ്ട് എനിക്ക് ഇത്രയാണ് കിട്ടിയത്. നല്ല ടേസ്റ്റും ഉണ്ട്, നന്നായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒന്നിരാടെ ഇളക്കി എടുത്ത് വെക്കുകയായിരുന്നു. ഇതിപ്പോൾ 21 ദിവസം കഴിഞ്ഞ് ഇത് 22ാമത്തെ ദിവസമാണ്. നല്ല സൂപ്പർ വൈനാണ്. എന്നുവെച്ചാൽ ഭയങ്കര ലഹരിയൊന്നുമില്ല, നമുക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു വൈൻ. അല്ലാത്ത നല്ലൊരു മധുരവും എല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. എനിക്ക് വൈൻ ഒത്തിരി ഇഷ്ടമാണ്. ലഹരിയുള്ളത് ഇഷ്ടമല്ല, ഈ ടൈപ്പും വൈനാണ് ഇഷ്ടമുള്ളത്. നല്ല ടേസ്റ്റാണ്, നല്ലതാണ്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ കേക്കും കൂടിയാണ് കഴിക്കേണ്ടത്. അപ്പോൾ കേക്കും സൂപ്പർ. ഞാൻ ഈ വൈനിൻ്റെ വീഡിയോ ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ഇടണേ. ഓക്കെ, താങ്ക് യു.